നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം നിയമ നടപടിയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. തനിക്കെതിരെ വിവിധ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ വാർത്ത പ്രചരിക്കുന്നു എന്നാണ് അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം പറഞ്ഞിരിക്കുന്നത്. തന്നെയും അഫാനെയും പോലീസ് ഒരുമിച്ചിരുത്തി തെളിവെടുപ്പ് നടത്തിയെന്നും അവിടെ വച്ച് താൻ പൊട്ടിക്കരഞ്ഞുവെന്നും അഫാനോട് സംസാരിച്ചു എന്നതടക്കമുള്ള വ്യാജ പ്രചാരണമാണ് നടക്കുന്നതെന്നും അബ്ദുൾ റഹീം കുറ്റപ്പെടുത്തി. തെളിവെടുപ്പ് ദിവസം അഫാനെ വാഹനത്തിൽ കൊണ്ടുപോകുന്നത് അകലെ നിന്ന് താൻ കണ്ടിരുന്നു. എന്നാൽ ഇതുവരെ അഫാനെ നേരിൽ കാണാൻ താൻ ശ്രമിച്ചിട്ടില്ല. വ്യാജ പ്രചാരണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അബ്ദുൾ റഹീം നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. തെളിവെടുപ്പ് സമയത്ത് അഫാനെയും അബ്ദുൾ റഹീമിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തിട്ടില്ല എന്ന് പോലീസും നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. തെളിവെടുപ്പ് സമയത്തോ അല്ലാതെയോ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തിട്ടില്ല എന്നാണ് പോലീസ് ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിർണായകമായൊരു നീക്കമായി ഇത് മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് അബ്ദുൾ റഹീം നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മകനെ കാണാൻ ആഗ്രഹമില്ല, മകനെ കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു. മാത്രമല്ല അഫാനെയും അതുപോലെ തന്നെ അബ്ദുൾ റഹീമിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും എന്നതടക്കമുള്ള ഒരു സൂചന പോലീസ് നൽകിയിരുന്നു. കാരണം ഇരുവരുടെ മൊഴികളിൽ വൈരുദ്ധ്യമുള്ളത് കൊണ്ട് തന്നെ ഇവരെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്നതടക്കമുള്ള സൂചനകളൊക്കെ പുറത്തു വന്നതാണ്. പക്ഷേ ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തിട്ടില്ല, അത്തരത്തിലുള്ള പ്രചാരണമൊക്കെ തെറ്റാണ് എന്നാണ് ഇവിടെ നിലപാടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം 6 വർഷത്തിന് ശേഷം തൻ്റെ മകനെ അബ്ദുൾ റഹീം കണ്ടത് ഏറെ വേദനാജനകമായിരുന്നു. തെളിവെടുപ്പിന് പോകുന്ന വഴിയിൽ അകലെ നിന്നാണ് മകനെ പോലീസ് ജീപ്പിനുള്ളിൽ വെച്ച് ആ പിതാവ് കാണുന്നത്. പോലീസ് ജീപ്പ് സിഗ്നലിൽ നിർത്തിയപ്പോഴാണ് കണ്ടത് എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. 6 വർഷങ്ങൾക്ക് ശേഷം മകനെ ഈ രീതിയിൽ കാണേണ്ടി വന്ന പിതാവിൻ്റെ വേദന നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. 3ാം ഘട്ട തെളിവെടുപ്പിനായി അഫാന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കായിരുന്നു അബ്ദുൾ റഹീം മകനെ ദൂരെ നിന്ന് കാണാൻ ഇടയായത്. അനുജൻ അഫ്സാൻ, കാമുകി ഫർസാന എന്നിവരെ കൊലപ്പെടുത്തുകയും അമ്മ ഷെമിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള തെളിവെടുപ്പിനിടെ ആയിരുന്നു അബ്ദുൾ റഹീം മകനെ കാണാനിടയായത്. കൂട്ടക്കൊലപാതകം നടന്ന വീട്ടിലേക്ക് പോകാനുള്ള മാനസികാവസ്ഥ ഇല്ലാത്തതിനാൽ ആശുപത്രി വിട്ട ഭാര്യ ഷെമിക്കൊപ്പം അഗതി മന്ദിരത്തിലാണ് റഹീം ഇപ്പോൾ താമസിക്കുന്നത്. തീർച്ചയായിട്ടും അഫാനെ കാണാൻ താല്പര്യമില്ല എന്ന നിലപാട് ആ പിതാവ് വ്യക്തമാക്കിയതാണ്. അതിനിടയിൽ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് അദ്ദേഹത്തെ അസ്വസ്ഥപ്പെടുത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിർണായകമായ മറ്റു ചില വിവരങ്ങൾ കൂടി പുറത്തു വന്നിരുന്നു. അതായത് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിന് പിന്നിൽ വൻ സാമ്പത്തിക ബാധ്യത തന്നെയെന്ന് പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്ഥിരീകരിക്കുകയുണ്ടായി. ബാധ്യതയ്ക്ക് കാരണം അഫാൻ അമ്മയുടെയും സാമ്പത്തിക അച്ചടക്കമില്ലായ്മ തന്നെയാണ് എന്നും പോലീസ് സ്ഥിരീകരിച്ചു. അഫാന്റെയോ അമ്മയുടെയോ കൈവശം 1 രൂപ പോലും ഉണ്ടായിരുന്നില്ല. കടത്തിൽ നിൽക്കുമ്പോഴും അഫാൻ 2 ലക്ഷം രൂപയുടെ ബൈക്ക് വാങ്ങി. കൊല നടന്ന ദിവസം 50,000 കടം തിരികെ നൽകാനുണ്ടായിരുന്നുവെന്നാണ് അഫാൻ നൽകിയ മൊഴി. കൊല നടക്കുന്നതിന് തലേ ദിവസവും കാമുകിയിൽ നിന്നും 200 രൂപ കടം വാങ്ങി. ഇതിൽ നിന്ന് 100 രൂപയ്ക്ക് വണ്ടിക്ക് പെട്രോൾ അടിച്ചാണ് ഉമ്മയെയും കൊണ്ട് ബന്ധുവീട്ടിൽ കടം ചോദിക്കാൻ പോയത്. 100 രൂപയ്ക്ക് അഫാനും ഉമ്മയും ഒരു കടയിൽ കയറി ദോശ കഴിച്ചു. കടം വാങ്ങാനുള്ളവർ വരുന്നതിന് മുമ്പാണ് കൊലപാതകങ്ങൾ ചെയ്തത് എന്നാണ് അഫാന്റെ മൊഴി. കേസിൽ എന്തായാലും ഉടൻ കുറ്റപത്രം സമർപ്പിക്കുക എന്ന നീക്കത്തിലേക്കാണ് പോലീസ് കടക്കുന്നത്. അതേസമയം പ്രതിയെ സിനിമ സ്വാധീനിച്ചു എന്ന പ്രചരണം തെറ്റാണെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. 4 പേരെ തലയ്ക്കടിച്ചു കൊല്ലാൻ അഫാനെ ഒരു സിനിമ പ്രേരിപ്പിച്ചു എന്ന രീതിയിലൊക്കെ പ്രചാരണമുണ്ടായിരുന്നു. എന്നാൽ ഈ പ്രചാരണം തെറ്റാണ് എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും അഫാനെ ഇനി കാണേണ്ട എന്ന നിലപാടിൽ തന്നെ അബ്ദുൾ റഹീം ആയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി അഫാനെ കാണേണ്ട, അവൻ കാരണം ഇളയ മകൻ, ഉമ്മ, ചേട്ടൻ, ഭാര്യ എല്ലാവരെയും തനിക്ക് നഷ്ടമായി. അഫാനോട് ഉമ്മയ്ക്ക് വലിയ സ്നേഹമായിരുന്നു. അവൻ കാണാൻ പോകുമ്പോൾ ഉമ്മ പണം കൊടുക്കുമായിരുന്നു. എൻ്റെ 2 മക്കളെയും വലിയ സ്നേഹത്തോടെയാണ് ഉമ്മ വളർത്തിയത് എന്നും റഹീം അന്നൊരിക്കൽ പറഞ്ഞിരുന്നു. എന്തായാലും നിലപാടുകളിൽ മാറ്റമില്ലാതെ റഹീം ഉറച്ച നിലപാടിൽ, അതായത് മകനെ കാണേണ്ട എന്ന നിലപാടിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതേസമയം മറ്റു വാർത്തകൾ, അതായത് ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വിവരങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള തെളിവെടുപ്പൊക്കെ പൂർത്തിയായിട്ടുണ്ട്. 3 ഇടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. അഫാന്റെ സഹോദരൻ അഫ്സാൻ, പെൺസുഹൃത്ത് ഫർസാന എന്നിവരെ കൊലപ്പെടുത്തിയ കേസുകളിൽ പേരുമലയിലെ വീടടക്കം 7 ഇടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. വീട്ടിലേക്ക് കയറിയ രീതിയും കൊലപാതകം നടത്തിയത് എങ്ങനെയെന്നും അഫാൻ പോലീസിനോട് വിശദീകരിച്ചു.
വീട്ടിലെ തെളിവെടുപ്പിന് ശേഷം മാല പണയം വെച്ച സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലേക്കാണ് പ്രതിയെ കൊണ്ടുപോയത്. കൊലയ്ക്ക് ഉപയോഗിച്ച ചുറ്റിക വാങ്ങിയ കട, ATM, പെട്രോൾ പമ്പ്, ബാഗ് വാങ്ങിയ സ്റ്റേഷനറി കട എന്നിവിടങ്ങളും തെളിവെടുപ്പിനായി എത്തിച്ചിരുന്നു. ശേഷം അഫാനെ തിരികെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പ്രതി ഇപ്പോൾ റിമാൻഡിലാണ്. 3 കേസുകളിലെയും തെളിവെടുപ്പ് പൂർത്തിയായതിനാൽ എത്രയും വേഗം തന്നെ കുറ്റപത്രം സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ്. എന്തായാലും അതിനിടയിൽ നിർണായകമായ പല കാര്യങ്ങളും സംഭവിച്ചിരിക്കുന്നു. നിർണായകമായ തെളിവെടുപ്പ്, മൊഴിയെടുപ്പ് ഒക്കെ നടന്നിട്ടുണ്ട്. അഫാനെ 3 കേസുകളുമായി ബന്ധപ്പെട്ട് 3 പോലീസ് സ്റ്റേഷനുകളിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 3 പോലീസുകാരും അഫാനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിരുന്നു. പ്രത്യേകിച്ച് സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ പാങ്ങോട് പോലീസ് സ്റ്റേഷനിലും, അതുപോലെ തന്നെ ഈ അബ്ദുൾ റഹീമിനെയും ഭാര്യയും കൊലപ്പെടുത്തിയ കേസിൽ കിളിമാനൂർ പോലീസ് സ്റ്റേഷനിലും, ഫർസാനെയും അഫ്സാനെയും കൊലപ്പെടുത്തിയ കേസിൽ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലുമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ 3 പോലീസും അഫാനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത് തെളിവെടുപ്പ് അടക്കമുള്ള ഈ ഒരു കടമ്പകളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി കുറ്റപത്രം സമർപ്പിക്കുക എന്ന വലിയ കടമ്പയാണ് മുന്നിലുള്ളത്. അതിലേക്ക് അടുക്കുകയാണ്. രൂപരേഖ അടക്കം തയ്യാറാക്കുക എന്ന നീക്കമൊക്കെ പോലീസ് നടത്തുന്നുണ്ട്. അതായത് ഇത്രയും കാലം അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ, അതുപോലെ തന്നെ മൊഴികൾ, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപരേഖ തയ്യാറാക്കുക എന്ന ഒരു ഘട്ടത്തിലാണ് പോലീസ് ആയിരിക്കുന്നത്. കുറ്റപത്രം 90 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കുക എന്ന നീക്കമാണ് പോലീസ് സംഘം നടത്തുന്നത്. എന്തായാലും അഫാൻ്റെ മാതാവ് ഷെമി ഇപ്പോഴും ഈ ആരോഗ്യ സ്ഥിതിയിലൊന്നും ഭേദം വന്നിട്ടില്ല. അതായത് മുന്നത്തെക്കാളും വലിയ ഭേദമുണ്ടെങ്കിലും ഇനിയും ഒരുപാട് ഭേദമാകേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ചികിത്സയൊക്കെ പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോൾ അഗതി മന്ദിരത്തിലാണ് അവർ ആയിരിക്കുന്നത്. അവർക്ക് വീട് വാഗ്ദാനവുമായി ചിലർ രംഗത്ത് വന്നിട്ടുണ്ട്. പേരുമലയിൽ ആ വീട്ടിലേക്ക് പോകുക എന്നത് അവരെ സംബന്ധിച്ച് വളരെ ഭയാനകമായ ഒരു അവസ്ഥ തന്നെയാണ്. കാരണം 2 കൊലപാതകങ്ങൾ നടന്ന വീടാണ്. തീർച്ചയായിട്ടും ആ ഒരു വീട്ടിലേക്ക് മടങ്ങുക എന്നത് അവരെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. മാത്രമല്ല ബന്ധുക്കളടക്കം പലരും തള്ളിക്കളയുന്ന സാഹചര്യവും ഉണ്ടായി. എന്തായാലും ഈ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കാര്യങ്ങളായിരിക്കുന്നത്. എന്തായാലും ഇനി ഒരുപാട് നിയമ നടപടികളൊക്കെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. റിമാൻഡിലാണ് പ്രതി. കോടതിയിൽ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. കുറ്റപത്രം സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഈ അഫാന് തൂക്കുകയറിൽ കുറഞ്ഞ യാതൊരു ശിക്ഷയും അർഹിക്കുന്നില്ല എന്നതടക്കമുള്ള വിലയിരുത്തലുകളാണ് നിലവിലുള്ളത്. 5 ജീവനുകൾ അഫാൻ ഇല്ലാതാക്കി. 5 ജീവനുകളെയാണ് അഫാൻ്റെ ഒറ്റ കൈകൊണ്ട് കൊലപ്പെടുത്തിയത്. തീർച്ചയായിട്ടും തൂക്കുകയറ് എന്നതിലുപരി മറ്റൊരു ശിക്ഷയും അഫാൻ അർഹിക്കുന്നില്ല എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത്തരത്തിലുള്ള തൂക്കുകയറിലേക്ക് തന്നെ അഫാൻ നയിക്കപ്പെടും എന്ന് തന്നെയാണ് നിഗമനവും. എന്തായാലും ഷെമിയുടെ മൊഴിയും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഷെമി അഫാൻ തന്നെ ആക്രമിച്ചു, തന്നെ പിന്നിലൂടെ കഴുത്തിൽ കിടന്ന ഷോൾ വെച്ച് മുറുക്കി ഉപദ്രവിച്ചു എന്നതടക്കമുള്ള ഷെമിയുടെ മൊഴി, ആ മൊഴിയിൽ തന്നെ ഷെമി ഉറച്ചു നിന്നാൽ തീർച്ചയായിട്ടും അതും ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു മൊഴി തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു അഫാൻ്റെ ആക്രമണങ്ങളിൽ രക്ഷപ്പെട്ട ഏകസാക്ഷിയായി നിൽക്കുന്നത് ഷെമിയാണ്. അപ്പോൾ ഷെമിയുടെ ആ ഒരു മൊഴിക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. ആദ്യമൊക്കെ നിലപാട് മാറ്റിയിരുന്നത്, അതായത് താൻ കട്ടിലിൽ നിന്ന് വീണ് തലയ്ക്ക് പരിക്കേറ്റു എന്ന മൊഴിയിൽ ഉറച്ചു നിന്ന ഷെമി പിന്നീടാണ് നിലപാട് മാറ്റിയത്. അപ്പോൾ ആ ഒരു സാഹചര്യമൊക്കെ മുന്നിൽ ഒരു കടമ്പയായിട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും ഈ വ്യാജ വാർത്തകൾ ഇത്തരത്തിൽ പ്രചരിക്കുന്നതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് അഫാൻ്റെ പിതാവ് അബ്ദുൾ റഹീം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.